ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോമ്പ് തുറക്ക് വേണ്ടി ഒരു ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങളാണിവ: സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ. ഇനി ഒരു ഫാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇന്നെൻ്റെ മരുമോളെ സ്പെഷ്യലാണ്, ചെറിയ മരുമോളെ. ഉമ്മാക്ക് എണ്ണയിൽ മുക്കി പൊരിച്ചതൊന്നും കഴിക്കാൻ വലിയ ഇഷ്ടമല്ല. അപ്പൊ നമ്മള് ആവിയിൽ വേവിച്ചൊരു വെറൈറ്റി ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോണത്. നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെതും ഫസ്റ്റത്തെ ട്രൈ ആണ്. മുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വേവിച്ചെടുത്ത ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ഇനി ആ വഴണ്ടി വന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/4 ടീസ്പൂൺ തന്നെ മതി. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ മുളക് പൊടി കുറച്ചിട്ടാൽ മതി. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് എരിയൊക്കെ കുറവുള്ള പറ്റുക. വായിലൊക്കെ പുണ്ണാണ്. മരുന്നും ഗുളികയും കുടിച്ചിട്ട് വായിലൊക്കെ പുണ്ണ് വന്നതാണ്. മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി പാല് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി 4 മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മിക്സിയുടെ ജാറിലേക്ക്. ഇത് നമ്മള് ഒരു നുള്ളു കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇനി അടിച്ചെടുത്തിട്ട് കാണാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു ഫാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് തൂവി കൊടുക്കാം. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് പരട്ടി കൊടുക്കാം. ഇനി ചട്ടിപ്പത്തിരിക്ക് വേണ്ടി അരച്ചു വെച്ച മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മതി. ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വീശി എല്ലാ അറ്റത്തും എത്തുന്ന രീതിക്ക് അതിട്ട് കൊടുക്കുക. ആ ഫില്ലിങ് ഫുള്ളായിട്ട് ഇത്ര മതിയോ? ഇനി നമുക്ക് കറിവേപ്പില ഉണ്ട്, ചെറുതായി അരിഞ്ഞിട്ട കറിവേപ്പില. മല്ലിയില ഇവിടെ എൻ്റെ മരുമോൾക്കൊന്നും ഇഷ്ടമല്ല. എൻ്റെ ഹസ്ബൻഡിനും മരുമോൾക്കും മല്ലിയിലൻ്റെ ചുവനോട് ഇഷ്ടമല്ല. നമുക്കെല്ലാം പോവും, കുഴപ്പമില്ല.
ഇനി ആ ചട്ടിപ്പത്തിരി മാവ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഫില്ലിങ് കൂടി ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് ഒരു 20 മിനിറ്റ് അരമണിക്കൂറോ ഒക്കെ നന്നായി വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കാം. മറ്റൊരു ചട്ടിയിലേക്ക് 20-25 മിനിറ്റ് കഴിഞ്ഞ് മറ്റൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ പുരട്ടിയ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം നന്നായി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. മുരുമോള സ്പെഷ്യൽ ചട്ടിപ്പത്തിരി കട്ട് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുതേ. വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.